ഗുരുവായൂർ ഏകാദശിക്കും തിരുവാതിരയ്ക്കും ഉണ്ടാക്കുന്ന പുഴുക്കാണ് പരിചയപ്പെടുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ എൻ്റെ തൊടിയിൽ നിന്നും പറിച്ച ഇടിച്ചക്കയാണിത്. ഒരു പപ്പായ എടുത്തിട്ടുണ്ട്, മധുരക്കിഴങ്ങ് വാങ്ങിയതാണ്, നാട്ടക്കിഴങ്ങ്, ചെറുചേമ്പ്, ഉണ്ണിത്തണ്ട്, വലിയ ചേമ്പ്, കൂർക്ക, ചേന, കാച്ചിൽ, പൂള ഇത്രയും വീട്ടിലുണ്ടായതാണ്. മുതിര വാങ്ങിയതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു പുഴുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മൊത്തമായൊന്നും വേണ്ട, കുറച്ച് കുറച്ച് മതിയാകും. ഈ ഒരു മുതിര അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് ഉണ്ടാവും. ഇത് നല്ല പോലെ വറുത്ത് നമുക്കൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ പുഴുക്കായിട്ട് വയ്ക്കാൻ പോകുന്നത്. ഒരു നാട്ടക്കിഴങ്ങ്, ഒരു വലിയ ചേമ്പ്, ഒരു ചെറിയ ചേനയുടെ പകുതി, കാച്ചിലിൻ്റെ ഏകദേശം ഇത്രയും ഭാഗം, ഒരു 1/4 കിലോ കാണും, ഒരു 4 കൂർക്ക, ഒരു ചെറിയ കഷ്ണം ഉണ്ണിത്തണ്ട്, ഉണ്ണിപ്പിണ്ടി, ഒരു 2 ചെറിയ ചേമ്പ്, ചെനച്ച പപ്പായ ഈ അളവിലെടുത്തിട്ടുണ്ട്. മധുരക്കിഴങ്ങ് കുറച്ച് മതിയാകും, ഒരു കിഴങ്ങിൻ്റെ പകുതി മതിയാകും. ചക്ക മുഴുവനായിട്ടും എടുക്കുന്നുണ്ട്. മുതിര അരക്കപ്പ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയായി തോല് കളഞ്ഞ് കഴുകിയെടുക്കാം. എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും തോല് കളഞ്ഞതിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പപ്പായയും ഉണ്ണിത്തണ്ടും എല്ലാം ഉണ്ട്. ഇനി ഇത് നമുക്ക് കൊത്തി നുറുക്കിയെടുക്കണം. ഒരിക്കലും നമ്മൾ സ്ക്വയറാക്കിയോ നീളത്തിലോ അരിയാൻ പാടില്ല. കൊത്തി കൊത്തി നമ്മൾക്കിത് ഓരോന്നും നുറുക്കിയെടുക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. കാച്ചിലും പൂളയും കൂർക്കയും ചേനയും ചേമ്പുകളും പപ്പായയും ഉണ്ണിത്തണ്ടും ഒക്കെ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്, കാവുത്തും. ഇനി ഒരു നേന്ത്രക്കായ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചക്കയിലാണ് അരിഞ്ഞിടേണ്ടത്. ഇതാണ് ഇടിച്ചക്ക. ഇത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വേറെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം ഇതിന് കറയുണ്ട്, കട്ടുണ്ടാവും. കയ്പില്ലാതെ നമുക്കിത് നമ്മുടെ പുഴുക്കിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ വേറെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ കായ കൂടി അരിഞ്ഞിടാം. എന്നിട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം അത് കഴുകി കളഞ്ഞ ശേഷം നമുക്ക് ഈ കിഴങ്ങ് വർഗ്ഗത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കായ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. തോല് കളഞ്ഞിട്ടില്ല. തോലും കൂടി ഔഷധ ഗുണമുള്ളതാണ്, അതുകൊണ്ട് തന്നെ കളഞ്ഞിട്ടില്ല. നേന്ത്രക്കായാണത്. ഇതിലേക്ക് ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുകയാണ്. നല്ലപോലെ ഇളക്കിയ ശേഷം നമുക്കിത് 3-4 പ്രാവശ്യം പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഇങ്ങനെ കിഴങ്ങിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കറയും കട്ടും പോവും. ഏകദേശം ഇതൊരു 2 കിലോളം കഷ്ണങ്ങൾ ഉണ്ടാകും. ഇത് ഉച്ചഭക്ഷണമായിട്ട് പുഴുക്കാണ് ഏകാദശിക്ക് കഴിക്കുക. അപ്പോൾ ഇത് ചിലവാകും. പിന്നെ ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ഇതിലുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എല്ലാ പോഷക ഘടകങ്ങളും കിട്ടുകയും ചെയ്യും. ശരീരത്തിലെ പല ജീവകങ്ങളും മറ്റും പോഷകങ്ങളും കുറയുന്നത് തടയാനും സഹായിക്കും. ഇതിലുള്ള മറ്റു വസ്തുക്കളായ മുതിര, കായ, പപ്പായ, ഉണ്ണിപ്പിണ്ടി എല്ലാം തന്നെ ശരീര വളർച്ചയ്ക്കും പുഷ്ടിക്കും ഒക്കെ നല്ലതാണ്. ഈ കഷ്ണങ്ങളെല്ലാം തന്നെ ഞാൻ വലിയൊരു ചീനച്ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത്. അടുപ്പത്താണ് വെച്ചെടുക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ലഭിക്കുക. പുഴുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് മുതിര വറുത്ത് വെള്ളത്തിലിട്ട് കഴുകി വാരി എടുത്തതാണ് ഇത്. ഒരു 1/2 ഗ്ലാസ് മുതിരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ കഷ്ണങ്ങൾ മുഴുവൻ നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം വല്ലാതെ ഒഴിക്കരുത്. ഞാനിവിടെ ഒരു 5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഉപ്പിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടുപ്പത്ത് അടച്ചു വെച്ചത് വേവിക്കുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ അടപ്പ് തുറന്ന് ഈ കഷ്ണങ്ങളെ ഒന്ന് മറിച്ച് ഇടണം. 2 ഭാഗത്തും പിടിച്ച് കരുത്തുണി പിടിച്ച് മറിച്ചിടണം. അല്ലാതെ കയ്യിൽ കൊണ്ട് ഇളക്കാൻ പാടുകയില്ല. മറിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. കുറച്ച് വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൽ കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നല്ല പോലെ വേവണം. ഞാനിത് മറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി വീണ്ടും അടച്ചു വെച്ച് നല്ല പോലെ വേവിച്ചെടുക്കാം. ഞാനിത് അടുപ്പത്താണ് വെച്ചെടുക്കുന്നത്. വളരെ വേഗത്തിൽ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. കനലടുപ്പത്തിരുന്നൊന്ന്
കുറുക്കിയെടുക്കാനും പറ്റും. ഏകദേശം ഒരു 8 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഈ വെള്ളമെല്ലാം മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കയ്യിലോണ്ട് ഇത് ഇളക്കി കൊടുക്കാം. ചട്ടുകം കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പകുതി മുക്കാൽ വെന്ത് കഴിഞ്ഞു. മുക്കാൽ ഭാഗവും വെന്ത് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടിയേ വേവുള്ളൂ. ഈ വെള്ളം വറ്റുമ്പോഴേക്ക് ഇത് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടാവും. കിഴങ്ങുകളൊക്കെ വെന്ത് തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ കിഴങ്ങും മുതിരയും ചക്കയും ഒക്കെ വെന്ത് തുടങ്ങി. ഇനി വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. പുഴുക്കിലേക്ക് അരച്ച് ചേർക്കുന്നത് ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതിയും 6 പച്ചമുളകും മാത്രമാണ്. ഇത് രണ്ടും അവിയലിന് ചതയ്ക്കും പോലെ ചതച്ച് നമുക്ക് പുഴുക്കിലേക്കിട്ട് ഒതുക്കി കൊടുത്ത് വാങ്ങി വയ്ക്കാം. ഈ ഒരു പരുവത്തിൽ നല്ല പോലെ നമുക്ക് നാളികേരവും പച്ചമുളകും മാത്രം ചതച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് നമ്മുടെ പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുഴുക്ക് ഇപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങി കുറച്ച് വെള്ളം കൂടി വറ്റാണ്ട്. ആ സമയത്താണ് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരവും പച്ചമുളകും അരച്ചത് ചതച്ചത് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ നാളികേരമൊക്കെ ഇതിൽ പിടിച്ച് നല്ലൊരു കൊഴുത്ത പരുവാകുമ്പോഴാണ് നമ്മളിത് വാങ്ങി വെക്കേണ്ടത്. എല്ലാ ഭാഗവും എത്തും വിധം നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പം നാളികേരമൊക്കെ അതിൽ കടന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ മൊത്തം പിരിച്ചെടുക്കണം. ഇനി തീ കത്താൻ പാടില്ല. തീ ഒരു സൈഡിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നു. അപ്പം ഈ കനൽ അടുപ്പത്ത് കിടന്നത് കുറുകിക്കോളും. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇതൊരു 5 മിനിറ്റ് ഈ കനലടുപ്പത്ത് ഇങ്ങനെ കിടക്കട്ടെ. അതിന് ശേഷം വാങ്ങിയെടുത്താൽ മതി. ഈ കനലിൽ കടന്നത് നല്ലോണം കുറുകി വന്നോളും. ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ഇത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കിഴങ്ങുകളായതുകൊണ്ട് പെട്ടെന്ന് അത് അടി പിടിച്ച് കരിഞ്ഞു പോകും. 5 മിനിറ്റ് കനലടുപ്പത്ത് ഇത് കിടന്നപ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം കുറുകി, അതായത് വറ്റി നല്ലൊരു പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറുവേപ്പിലയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. കറുവേപ്പില നല്ലൊരു മണവും നല്ലൊരു സ്വാദും പ്രദാനം ചെയ്യും. ഇനി നമുക്ക് ഇറക്കി വെച്ച് നല്ലൊരു പാത്രത്തിലേക്കാക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. പുഴുക്കിനെ നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ ചീനച്ചട്ടി കഴുകിയെടുക്കണം. ആഹാ, എന്തൊരു മണമാണ്! ഏകാദശി പുഴുക്ക്. ഈ ഒരു പുഴുക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയറും വൻപയറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ധാന്യങ്ങളുടെ ഒരു ഗുണം കൂടി നമുക്ക് ലഭിക്കും. കുട്ടികളൊന്നും ഇത് കഴിക്കില്ല. പക്ഷേ അവരെ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണെങ്കിൽ കാര്യമുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂവിക്കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയാണ് തൂവിക്കൊടുക്കുന്നത്. ഇത് ഉച്ചയ്ക്ക് ചോറിന് പകരം ഏകാദശി പുഴുക്കായിട്ട് ആണ് ഞാൻ കഴിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഈ ഒരു പുഴുക്ക് ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.